Okay, so this is problems. First problem, what is the maximum velocity and maximum acceleration for a simple harmonic motion where radius of rotation is equal to 150 mm and the frequency is 3 cycles per second. Okay, so the first the equation it's wrong at that time. Okay, so our maximum velocity in the Vmax is equal to R omega and maximum acceleration A max will be equal to R omega square. Okay, so we need to find the value for omega. So omega will be equal to 2 pi f. F already തന്നിട്ടുണ്ട് 3 cycles per second. Substitute ചെയ്തിട്ട് omega കണ്ടുപിടിക്കുക. omega കിട്ടിക്കഴിഞ്ഞാൽ Vmaxും A maxിൻ്റെ ഇക്വേഷനിൽ സോൾവ് ചെയ്യുക. Okay. Next question is, for simple harmonic motion, velocity at particular time is 10 meter per second and displacement equal to 2 meter. After a particular instant of time, velocity gets changed to 4 meter per second and displacement equal to 4 meter. Identify frequency of oscillation. Okay, so frequency കണ്ടുപിടിക്കണം. So given data ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. When V is equal to 10 meter per second, X is equal to 2 meter, and when V is equal to 4 meter per second, X equal to 4 meter. നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V is equal to omega into root of R square minus X square. ഈ ഒരു ഇക്വേഷനിൽ നമ്മുടെ ഗിവൺ ഡാറ്റാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So you will get 10 is equal to omega root of R square minus 2 square and 4 is equal to omega root of R square minus 4 square. Okay. ഈ രണ്ട് ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് you will get the value for R. R കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ കണ്ടുപിടിക്കണം. ഒമേഗ കണ്ടുപിടിക്കാൻ യു ക്യാൻ ഐദർ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1 or 2 ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒമേഗയുടെ വാല്യൂ കണ്ടെത്താം. ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇതെന്താണ്? ഫ്രീക്വൻസി ആണ്. ഇവിടെ ഇപ്പോൾ ടൈം പീരീഡ് ആണ് കണ്ടുപിടിച്ചത്. ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ഒമേഗ ഇസ് ഈക്വൽ ടു 2 pi f. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ടൈം പീരീഡ് കിട്ടിയെന്ന് വെച്ചാൽ ഫ്രീക്വൻസി കിട്ടാൻ ഫ്രീക്വൻസി വിൽ ബി ഈക്വൽ ടു 1/Tp. Next question, identify velocity and acceleration for simple harmonic motion when time is equal to 0.4 second, provided amplitude is equal to 1 meter and time period is equal to 2 seconds when measured from mean position and extreme position. So, രണ്ട് cases ഉണ്ട്. R തന്നിട്ടുണ്ട് 1 meter ആണ്. TP, time period is 2 seconds and the time is 0.4 second. So, first case mean position case ആണ്. So, when time is measured from mean position, X will be is equal to R sin omega t. So, ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഫോർ ഒമേഗ. ഒമേഗ കണ്ടുപിടിക്കാൻ ടൈം പീരീഡ് തന്നിട്ടുണ്ട്. സോ യൂസ് ഒമേഗ ഇസ് ഈക്വൽ ടു 2 pi/Tp. യു വിൽ ഗെറ്റ് ദി വാല്യൂ ഫോർ ഒമേഗ. ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1 sin pi into 0.4. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, സൈനിൻ്റെ കൂടെ വരുന്നത് പൈ ഇൻറ്റു 0.4 ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്ററിൽ റേഡിയൻസ് ആക്കിയിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അതല്ലെങ്കിൽ നമ്മൾ ഈ പൈ ഇൻറ്റു 0.4നെ ഡിഗ്രീസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡിഗ്രീസിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഇൻറ്റു 180/π ചെയ്യണത്. ഇൻറ്റു 180/π ചെയ്താൽ പിന്നെ കാൽക്കുലേറ്ററിൽ ഓൾറെഡി ഡീഫോൾട്ട് ഡിഗ്രീസിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഡയറക്റ്റ്ലി അതിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. So better ഈ 180/π ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയ വാല്യൂ വിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ വെലോസിറ്റി ആൻഡ് ഇൻ കേസ് ഓഫ് ആക്സലറേഷൻ ഇറ്റ് ഇസ് ഒമേഗ സ്ക്വയർ എക്സ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. Now next to find extreme position. Extreme position ആണെങ്കിൽ it is x is equal to r cos omega t. Okay, values എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ. Next question, calculate spring constant K and natural frequency omega n for a general vibration system having weight 100 Newton and it is being oscillated as 4 oscillations per second. So F തന്നിട്ടുണ്ട് 4 cycles per second ആണ്. നമുക്ക് Kയും കണ്ടുപിടിക്കണം, ഒമേഗ എന്നും കണ്ടുപിടിക്കണം. വെയിറ്റ് തന്നിട്ടുള്ളത് 100 Newton ആണ്. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാം. ഒമേഗ കണ്ടുപിടിക്കാൻ ക്യാൻ യൂസ് ദ ഇക്വേഷൻ 2 pi/Fn. അതിന് നമുക്ക് ഒമേഗയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് K/m.
ഇതിൽ എമ്മിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാസ് ഷുഡ് ഓൾവേസ് ബി ഇൻ കിലോഗ്രാം. Okay, mass should be in kilogram and the resultant stiffness Kയുടെ unit it should be in Newton per meter. Okay, so ഈ values ഇവിടെ substitute ചെയ്താൽ you will get the value for K. Next question. A helical spring is oscillating with time period 2 seconds with spring constant K is equal to 100 Newton per centimeter. Identify mass and omega n of the system. Time period തന്നിട്ടുണ്ട് 2 സെക്കൻഡ്, ഒമേഗ n കണ്ടുപിടിക്കാൻ 2π/t വെച്ചിട്ട്. ഇനി നമുക്ക് വേണ്ടത് മാസ് ആണ്. സോ യു ഹാവ് ഒമേഗ സിഗിൾ റൂട്ട് ഓഫ് K/m. ഇവിടെ K തന്നിരിക്കുന്നത് ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ ആണ്. ആ ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്ററിനെ ന്യൂട്ടൺ പെർ മീറ്റർ ആക്കണം. അതാണ് ഇവിടെ 100 × 10² ചെയ്തിട്ടുള്ളത്. ഓക്കെ, സെൻറ്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. സോ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് m in kilogram. Next question is identify the frequency and time period of oscillation for the below given spring mass system. So ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇതാണ് ക്വസ്റ്റ്യൻ. ഈ സൈഡിൽ ഇതിൽ 3 സ്പ്രിങ്സ് തന്നിട്ടുണ്ട്. K1 is 5 Newton per meter, K2 is 10 Newton per meter, ഇടയിലുള്ള മാസ് is 10 kilogram and K3 is 20 Newton per meter. സോ ഇങ്ങനെ 3 സ്പ്രിങ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈക്വലൻറ്റ് സ്റ്റിഫ്നെസ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ K1 and K2 വിൽ ബി ഇൻ സീരീസ്. K1 K2 സീരീസ് കണക്ഷനാണ്. സോ ഫസ്റ്റ് K1 K2ൻ്റെ ഈക്വലൻറ്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കുക. സോ ഈക്വലൻറ്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാൻ 1/K equivalent is equal to 1/K1 plus 1/K2. ഇതാണ് സീരീസിൻ്റെ കേസ്. ഇത് സോൾവ് ചെയ്ത് യു വിൽ ഗെറ്റ് K equivalent as 3.33 Newton per meter. ഈ K equivalentഉം പിന്നെ താഴെയുള്ള K3. ഓക്കെ, ഇത് ഇടയിലാണ് ഒരു മാസ് വന്നിരിക്കുന്നത്. സോ ഇവിടെ ഇടയിൽ മാസ് വന്നിരിക്കുന്ന കാരണം ഈ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പാരലൽ കണക്ഷനാണ് വരിക. ഓക്കെ, പാരലൽ കണക്ഷൻ, ദാറ്റ് ഈസ് ഈ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ K equivalentഉം K3യും കൂടിയിട്ട് പാരലൽ കണക്ഷനായിട്ട് ഇതിൻ്റെ ഒരു ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാം. സോ പാരലൽ കണക്ഷൻ ആകുമ്പോൾ ഇറ്റ് ഇസ് ആഡ് ചെയ്യുക. K1 + K2 എന്നുള്ള പോലെ K equivalent + K3 ചെയ്ത ടോട്ടൽ ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് കിട്ടി. അതാണ് 23.33 ഇവിടെ എഴുതിയിട്ടുള്ളത്. K equivalent is equal to 23.33. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്രീക്വൻസിയും ടൈം പീരിയഡും. സോ ഒമേഗ കണ്ടുപിടിക്കുക is equal to √K/m. m is already 10 kilogram തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഒമേഗ. ദെൻ യു റൈറ്റ് ഒമേഗ is equal to 2πfn. അതിൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടും. ഫ്രീക്വൻസി കിട്ടിയിട്ട് ടൈം പീരീഡ് കിട്ടാൻ 1/f ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ടൈം പീരീഡ്. Now next question. Since the clock is provided with seconds pendulum with the number of beat in 1 day is equal to 86,400 beats. If the pendulum has only 150 seconds per day, then what is the change in length of the pendulum? Change in length of the pendulum ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് dn/n is equal to -half into dl/l. ഓക്കെ, സോ ഇതിൽ എങ്ങനെയാണ് 86,400 ബീറ്റ്സ് വന്നതെന്നാണ് കാണിക്കണത്. സോ ഒരു അവറിൽ 60 minutes ആണ് ഉള്ളത്. അത് ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്. അപ്പോൾ ടോട്ടൽ ഒരു അവർ എന്ന് പറഞ്ഞാൽ 36,000 സെക്കൻഡാണ്. അപ്പോൾ 24 hours എടുക്കുകയാണെങ്കിൽ 86,400 ബീറ്റ്സ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു ബീറ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് എന്നുള്ള കണക്കിലാണിത് നമ്മൾ കിട്ടണത്. സോ ടോട്ടൽ n എന്ന് പറയുന്നത് 86,400 ബീറ്റ്സ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പെൻഡുലം ഹാസ് ഓൺലി 150 സെക്കൻഡ് പെർ ഡേ. ദാറ്റ് ഇസ് dn എന്ന് പറയുന്നത് 150 ആണ്. സോ നമുക്ക് ആദ്യം തന്നെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണത് TP is equal to 2π × √L/g. സെക്കൻഡ് സ്പെല്ലിലേക്ക് കാരണം ടൈം പീരീഡ് is equal to 2. സോ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിൽ ഗെറ്റ് π is equal to √L/g is equal to 1. സോൾവ് ചെയ്താൽ വിൽ ഗെറ്റ് ദി വാല്യൂ ഫോർ L. ഈ കിട്ടുന്ന Lൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിൽ ഗെറ്റ് ദി വാല്യൂ ഫോർ DL. ദിസ് ഇസ് ദി ചേഞ്ച് ഇൻ ലെങ്ത്. Next question. Find the time period of a pendulum having 0.6 meter long string and weight of bob as 80 gram.
സോ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ടൈം പീരീഡ് റിട്ടേൺ 2π√L/g. L തന്നിട്ടുണ്ട്, G തന്നിട്ടുണ്ട്. 9.81 ആയിട്ട് എടുക്കുക. ആൻഡ് വെയിറ്റ് 80 ഗ്രാം, അത് കിലോഗ്രാം ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോൾ ആക്ച്വലി വെയിറ്റിൻ്റെ ആവശ്യമില്ല, ഇക്വേഷനിൽ വെറും L/gയുടെ ആവശ്യമുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, a body is vibrating with SHM of amplitude 120 mm. So R is 120 mm and frequency F is 5 cps. Calculate the maximum velocity and acceleration. So maximum velocity is r omega and acceleration is r omega square. So ഇതിൽ omega കിട്ടാൻ use the equation 2πf. Substitute ചെയ്താൽ you will get the value for velocity and maximum acceleration. Last question, a 50 kilogram block supported by 2 springs connected from the ceiling. The spring constants are 4 kilonewton and 6 kilonewton per meter. The block is pulled 40 meter down from its equilibrium position and then released. Determine period of vibration, maximum velocity and acceleration of the block when the springs are kept in series and parallel. അപ്പോൾ ഫസ്റ്റത്തെ കേസ് എടുത്തു, സീരീസ്. സോ സീരീസ് കണക്ഷൻ ആകുമ്പോൾ ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് നമ്മൾ കണ്ടുപിടിക്കുക. 1/k equivalent equal to 1/k1 plus 1/k2. So you'll get k equivalent. Now we know that frequency f is equal to 1/2π√k/m. That is omega എന്ന് പറയുന്നത് is equal to √k/m. ഒമേഗയ്ക്ക് 2πf സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എഫ് എഴുതാണ് 1/2π√k/m. ഈ ഒരു ഇക്വേഷനിൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ എഫ്. ഓക്കെ, എഫ് കിട്ടിക്കഴിഞ്ഞാൽ ടൈം പീരീഡ് കിട്ടും. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 1/f. ഇനി മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു എക്സ് അല്ലെങ്കിൽ ഒമേഗ ഇൻറ്റു ആർ ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 40 mm ആണ് പുൾ ചെയ്തിരിക്കുന്നത്. സോ എക്സിൻ്റെ വാല്യൂ 0.04 മീറ്റർ. ഈ ഇക്വേഷന് ഈ വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വി മാക്സ് ഇസ് ഈക്വൽ ടു ഒമേഗ എക്സ് ആൻഡ് ഫോർ ആക്സിലറേഷൻ ഇറ്റ് ഇസ് ഒമേഗ സ്ക്വയർ എക്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാരലൽ കണക്ഷൻ. ചേഞ്ച് വരുന്നത് കെ ഇക്വലൻ്റ് കണ്ടുപിടിക്കണതിൽ മാത്രമാണ്. കെ ഇക്വലൻ്റ് കണ്ടുപിടിക്കുമ്പോൾ ഇത് വരും k1 പ്ലസ് k2. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഒമേഗയുടെ വാല്യൂം എഫിൻ്റെ വാല്യൂം വരിക. ഓക്കെ.